സ്റ്റീൽ സംഘർഷം കനക്കുന്നതിനിടെ ആഗോള വ്യാപാരവും കടൽ ഗതാഗതവും വലിയ സമ്മർദ്ദത്തിലേക്ക് നീങ്ങുകയാണ്. ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷങ്ങൾ ശക്തമാകുമ്പോൾ ഇറാനിയൻ കപ്പലിനെതിരെ അമേരിക്കൻ നാവികസേന നടത്തിയ നടപടി പുതിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ്. ഇതിനിടെ ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ച അവകാശവാദങ്ങൾക്കും പിന്നാലെ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വിഷയത്തിൽ അന്താരാഷ്ട്ര ശ്രദ്ധ ഉയരുകയാണ്. ഇതിനൊപ്പം പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിന്റെ പ്രത്യാഘാതമായി രാജ്യത്തിനുള്ളിൽ അവശ്യമരുന്നുകളുടെ വില 20% വരെ ഉയർത്താൻ കേന്ദ്ര സർക്കാർ ആലോചന നടത്തുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സാധാരണ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ആശങ്കയ്ക്കിടയാക്കിയാണ് ഈ നീക്കം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. 1 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ച ഇറാനിയൻ കപ്പലിനെ വെടിവെച്ച് കീഴടക്കിയതിൻ്റെ വീഡിയോയും വിശദാംശങ്ങളും പുറത്തുവിട്ട അമേരിക്കൻ സേന ഇറാന്റെ കപ്പൽ പിടിച്ചെടുത്തെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കപ്പലിന് നേരെ US നാവികസേന വെടിവെക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അറബിക്കടലിന്റെ വടക്കൻ ഭാഗത്ത് 17 നോട്ടിക്കൽ മൈൽ വേഗതയിൽ ഇറാനിലെ ബന്ദർ അബ്ബാസിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന ടൗസ്ക് എന്ന കപ്പലിനെയാണ് വെടിയുതിർത്ത ശേഷം കീഴടക്കിയത്. അമേരിക്കൻ സൈന്യം നിരവധി മുന്നറിയിപ്പുകൾ നൽകുകയും ഇറാന്റെ പതാകയുള്ള കപ്പൽ US ഉപരോധം ലംഘിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തതായും സെൻട്രൽ കമാൻഡിന്റെ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ഒമാൻ കടലിൽ US യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് ഇറാനും വ്യക്തമാക്കി. ഇറാനിയൻ കപ്പൽ US സേന പിടിച്ചെടുത്തതിന് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയെന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇറാൻ നിയമനിർമ്മാണത്തിന് നീക്കം നടത്തുന്നതായി റിപ്പോർട്ട്. ശത്രുരാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കടലിടുക്ക് കടക്കാൻ ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ പ്രത്യേക അനുമതി നിർബന്ധമാക്കും. ഇറാൻ പാർലമെന്റ് പ്രത്യേക ബിൽ തയ്യാറാക്കിയതായാണ് സൂചന. പുതിയ നിയമം നടപ്പിലായാൽ ഇസ്രയേൽ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിക്കും. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതയായ ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കുമെന്ന ആശങ്ക ശക്തമാണ്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലയളവ് ഏപ്രിൽ 22-ന് അവസാനിക്കും. ഇനി യുദ്ധം നീളുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന എണ്ണ കയറ്റുമതിയുമായി US. ഇറാനെതിരായ US ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടതോടെ US-ൽ നിന്നുള്ള എണ്ണയ്ക്ക് രാജ്യാന്തര വിപണിയിൽ ആവശ്യം കുതിച്ചുയരുകയായിരുന്നു. US-ന്റെ എണ്ണ കയറ്റുമതിയുടെ തോത് ഇറക്കുമതിയെ വൈകാതെ മറികടക്കും. ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള വ്യത്യാസം പ്രതിദിനം 66,000 ബാരലായി കുറഞ്ഞെന്നും US പറയുന്നു. 2001-ന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. കയറ്റുമതി പ്രതിദിനം 52 ലക്ഷം ബാരലിൽ എത്താനാണ് സാധ്യത. കഴിഞ്ഞ 7 മാസത്തിനിടെയുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പ്രതിദിനം 60 ലക്ഷം ബാരൽ വരെ എണ്ണ കയറ്റുമതി ചെയ്യാൻ US-ന് ശേഷിയുണ്ട്. സൗദിയിൽ ചെങ്കടൽ തീരത്തുള്ള നിയോം തുറമുഖം പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി. മൾട്ടിപർപ്പസ് ടെർമിനൽ വഴി ചരക്ക് നീക്കം സജീവമാണെന്ന് അധികൃതർ അറിയിച്ചു. ചരക്കുകൾ സ്വീകരിക്കുകയും നീക്കുകയും ചെയ്തു വരുന്നതായി അധികൃതർ വ്യക്തമാക്കി. അമേരിക്ക, യൂറോപ്പ്, GCC, ഈജിപ്ത്, ഇറാഖ് എന്നിങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായാണ് വ്യാപാരം നടക്കുന്നത്. കര കടൽ ഗതാഗതമടങ്ങുന്ന സംയോജിത ലോജിസ്റ്റിക്സ് ഇടനാഴിയാണ് തുറമുഖത്തിലൂടെ ലഭ്യമാകുന്നത്. അതിവേഗത്തിൽ ഗൾഫ് വിപണികളിലേക്ക് സുഗമവും കാര്യക്ഷമവുമായ ചരക്ക് കൈമാറ്റത്തിന് തുറമുഖം വഴിയൊരുക്കുന്നു. നിരവധി യൂറോപ്യൻ വിപണികൾ UAE, കുവൈറ്റ്, ഇറാഖ്, ഒമാൻ എന്നീ രാജ്യങ്ങളിലടക്കം മേഖലയിലെ വിവിധയിടങ്ങളിലേക്ക് എത്തിച്ചേരാൻ തുറമുഖത്തെ ആശ്രയിക്കുന്നതായാണ് നിയോം പറയുന്നത്. കപ്പൽ ഗതാഗതത്തിന് പുറമെ ട്രക്കിംഗ്, ഫെറി സേവനങ്ങൾ സംയോജിപ്പിച്ച് പെട്ടെന്ന് എത്തിക്കേണ്ട സാധനങ്ങൾ അതിവേഗം ഗൾഫിലേക്ക് കൊണ്ടുപോകാനും ഇതിലൂടെ സാധിക്കുന്നു. 2025-26 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി ചൈന മാറി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $15,110 കോടി ഡോളറിലെത്തി. 2024-25 വരെ തുടർച്ചയായി 4 വർഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി US ആയിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി 36.66% ഉയർന്ന് $1,947 കോടി ഡോളറിലെത്തി. ഇറക്കുമതി 16% വർദ്ധിച്ച് $13,163 കോടി ഡോളറായി. 2024-25 $9,920 കോടി ഡോളറിൽ നിന്നും 2025-26 വ്യാപാര കമ്മി $11,260 കോടി ഡോളർ എന്ന എക്കാലത്തെയും ഉയർന്ന നിലയിലാണ്. പശ്ചിമേഷ്യ യുദ്ധത്തിന് പിന്നാലെ അവശ്യമരുന്നുകളുടെ വില 20% വരെ
വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. മരുന്ന് നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ വിലവർധന, കയറ്റുമതിയിലെ ഇടിവ് എന്നിവ മരുന്ന് കമ്പനികളെ നഷ്ടത്തിലാക്കുന്നുവെന്ന ഫാർമസ്യൂട്ടിക്കൽസ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ആന്റിബയോട്ടിക്കുകൾ, ക്യാൻസർ മരുന്നുകൾ, വിവിധ ഇഞ്ചക്ഷനുകൾ എന്നിവയ്ക്ക് 3 മാസത്തേക്ക് വില വർദ്ധിപ്പിക്കുന്നതിനുള്ള ശുപാർശയാണ് മന്ത്രാലയം പരിഗണിക്കുന്നത്. ഇന്ത്യയിലെ ആഭ്യന്തര മരുന്ന് നിർമ്മാണത്തിലുള്ള അസംസ്കൃത വസ്തുക്കളിൽ ഭൂരിഭാഗവും ചൈനയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ് എത്തിക്കുന്നത്. കൂടാതെ ആഭ്യന്തരമായി API നിർമ്മിക്കാനുള്ള കീ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലുകളും ലായകങ്ങളും സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇവ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എത്തിക്കുക. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ ആഗോള മരുന്ന് വിപണിയെയും ഇന്ത്യയിലേക്കുള്ള അസംസ്കൃത മരുന്നിൻ്റെയും ചരക്ക് നീക്കത്തെയും ഗുരുതരമായി ബാധിച്ചു. ഓരോ കപ്പലിനും $4,000 മുതൽ $8,000 വരെ അധിക ചാർജും ആവശ്യപ്പെടുന്നുണ്ട്. ദുബായിൽ ഇനി പാർക്കിൽ ഇരുന്നും ജോലി ചെയ്യാം. ദുബായ് മുനിസിപ്പാലിറ്റിയാണ് വർക്ക് ഫ്രം പാർക്ക് എന്ന പേരിൽ ഈ സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത്. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ എവിടെയിരുന്നും ജോലികൾ ചെയ്തു തീർക്കാം എന്നതായതോടെ ദുബായിലെ പൊതു പാർക്കുകളിലും ഇതിനായി സൗകര്യമൊരുക്കുകയാണ്. ദുബായ് മുനിസിപ്പാലിറ്റിയാണ് ഇത് സൗകര്യം ഒരുക്കുന്നത്. അടുത്ത മാസം മുതൽ അൽബർഷ പോണ്ട് പാർക്കിലായിരിക്കും ഇതിന് തുടക്കം കുറിക്കുക. വിവിധ പാർക്കുകളിൽ സമാനമായ സൗകര്യം ഒരുക്കുന്നതിന് ദുബായ് മുനിസിപ്പാലിറ്റി, അമാന ലെറ്റ്സ് വർക്ക് തുടങ്ങിയ കമ്പനികളുമായി സഹകരണ കരാർ ഒപ്പിട്ടു. ഈ വർഷം തന്നെ കൂടുതൽ പാർക്കുകളിൽ വർക്ക് സ്റ്റേഷനുകൾ സജ്ജമാകും. ദുബായിലെ മെട്രോ സ്റ്റേഷനുകളിൽ നേരത്തെ ഇത്തരം സൗകര്യം നിലവിലുണ്ട്. സംസ്ഥാനത്തെ ശസ്ത്രക്രിയകൾക്ക് പുതിയ മാർഗരേഖ പുറപ്പെടുവിച്ച ആരോഗ്യവകുപ്പ്. രോഗികൾക്ക് ശസ്ത്രക്രിയാ വിവരങ്ങൾ അടങ്ങിയ റിസ്റ്റ് ബാൻഡ് ധരിപ്പിച്ചിരിക്കണം. ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തണം. ഓപ്പറേഷൻ തിയേറ്ററിൽ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ മാർഗരേഖയിൽ ഉൾപ്പെടുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് വൈറ്റ് ബോർഡിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പേരും എണ്ണവും രേഖപ്പെടുത്തണം. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഡോക്ടറും നഴ്സും രോഗിയുടെ IP നമ്പർ, കേസ് റെക്കോർഡ് എന്നിവ പൂർത്തിയാക്കണമെന്നും വാർഡ് ഡോക്ടറും നഴ്സ് ഇൻചാർജും ഫ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് പൂരിപ്പിച്ച് ഒപ്പിടുകയും വേണം. തിയേറ്റർ ചുമതലയുള്ള നഴ്സിംഗ് ഓഫീസർ ഇത് വായിച്ച് വ്യക്തത വരുത്തി ഒപ്പിടുകയും ചെയ്യണം. അതിനുശേഷം മാത്രമേ തിയേറ്ററിനുള്ളിലേക്ക് രോഗിയെ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂവെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയർന്നതോടെ ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നു. സംസ്ഥാനത്തെ ഡാമുകളിൽ ഇനി അവശേഷിക്കുന്നത് ആകെ സംഭരണശേഷിയുടെ 34% ജലം മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ 11% കുറവാണ് ജലനിരപ്പിൽ അനുഭവപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഗൗരവം വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ. 2025 KSEB നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ ആകെ സംഭരണശേഷിയുടെ 43% ജലശേഖരം ഉണ്ടായിരുന്നു. അതായത് 4140.25 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കരുതൽ. എന്നാൽ 2026 എത്തുമ്പോൾ ഇത് 34% കുറഞ്ഞു. ഉൽപ്പാദനശേഷി 1772.80 ദശലക്ഷം യൂണിറ്റായി ചുരുങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കി ആർച്ച് ഡാമിൻ്റെ സ്ഥിതിയും വിഭിന്നമല്ല. ആകെ സംഭരണശേഷിയുടെ 36% നിലവിലെ ജലനിരപ്പ്. ഇത് കഴിഞ്ഞ വർഷം 43%. വേനൽ മഴ മാറി നിന്നാൽ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഇനിയും താഴ്ന്നേക്കും. പുതിയ ഖരമാലിന്യ ചട്ടപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളെ ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കും. വാർഡംഗം, കൗൺസിലർ, മേയർ തുടങ്ങിയവർ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം വിനിയോഗിക്കണം. മാലിന്യം വേർതിരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ബോധവൽക്കരണവും പൊതുനിരീക്ഷണവും ഒക്കെ ഇവരുടെ ചുമതലയാണ്. പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയെടുക്കും. 2016 ഖരമാലിന്യ ചട്ടം ഭേദഗതി ചെയ്താണ് പുതിയ വ്യവസ്ഥ ഏപ്രിൽ 1 നിലവിൽ വന്നത്. വൻതോതിൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ കണക്കെടുപ്പ് ശുചിത്വ മിഷൻ നടത്തും. ഖരമാലിന്യ ചട്ടം നടപ്പാക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സംസ്ഥാനതല സമിതി രൂപീകരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 45 രൂപയും പവന് 360 രൂപയും കുറഞ്ഞു. ഇതോടെ സ്വർണം ഗ്രാമിന് 14,235 രൂപയും പവന് 1,13,880 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 11,695 രൂപയായി. പവന് 320 രൂപ ഇടിഞ്ഞ് 93,560 രൂപയിലെത്തി. വെള്ളി 270 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത സമാപിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി സഫാൻ ചേരും. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.